ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് പണിക്ക് പോയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പം അവിടെ ഒരു വാഴത്തോട്ടത്തിൽ കയറി നിന്നു. അവിടെ നിൽക്കുന്ന നല്ല വാഴയില കണ്ടപ്പം എനിക്ക് പൊതിച്ചോറുണ്ടാകാനൊരു മോഹം. അങ്ങനെ അവിടെ നിന്ന് 2 വാഴയിലേക്ക് വെട്ടി നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ചോറ് മാത്രം പോരല്ലോ, കറിയും വേണ്ടേ. നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാക്കാവേ. ഇങ്ങനെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് പയറുണ്ടായിരുന്നു, പയർ തോരൻ ഉണ്ടാക്കാം. അപ്പം അതിന് പയറൊക്കെ ഞാൻ കഴുകിയെടുത്തു. ഇത് കുറേ ദിവസമായിട്ട് പയർ മേടിച്ചിട്ട്. അപ്പോൾ ഇതാ പയറൊക്കെ ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പയർ തോരൻ വയ്ക്കണം. പിന്നെ കൊഴുവ പീര വെച്ചത് ഇരിക്കുന്നുണ്ട്. അപ്പം 1-2 കൂട്ടം കറിയായി. ഞാനിതാ പയറൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തു. അതിനേക്കുള്ള തേങ്ങ ഇട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ മെഴുക്ക് വരട്ടിയാണ്. മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാകുമ്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് പയർ തോരൻ ഉണ്ടാക്കാം. അതാ ഞാൻ പയറൊക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൂട്ടി വയ്ക്കാം. ഇനി നമുക്ക് 2 മീനോടെ പൊരിച്ചെടുത്താലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച ചാള ഉണ്ടായിരുന്നു. ഞാനത് വെട്ടിക്കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ മീനിൽ നമ്മൾ മസാലയൊക്കെ തിരുമ്മി വെച്ചു. നമുക്ക് മീനും കൂടി പൊരിച്ചെടുക്കാം. കൂട്ടുകാരെ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ മീനൊക്കെ പൊരിച്ചെടുത്തു. നമുക്ക് ഇല വാട്ടണ്ടേ. നമ്മളിതാ അടുപ്പിന് മേലെ വെച്ചിട്ട് ഇല വാട്ടിയെടുത്തു കേട്ടോ. ഇലയൊക്കെ വാട്ടി നല്ല സൂപ്പറാക്കി ഇല വാട്ടിയെടുത്തു കേട്ടോ. ഇല വാട്ടിയെടുത്ത് നമ്മൾ ഇലയൊക്കെ ഒന്ന് തുടച്ചിട്ട് അതിലേക്ക് ചോറ് വയ്ക്കാം. നമ്മൾ വെള്ളയരി ജയരിയുടെ ചോറാണേ. അതിങ്ങനെ ഒന്നൊന്നേ തൊടാതെ കിടക്കും. അപ്പോൾ ഇതാ ചോറൊക്കെ വെച്ചു. ചോറിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ മെഴുക്ക് വരട്ടി ഒരു സൈഡിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പയർ തോരനും വെച്ചു. ഇത് നാരങ്ങ അച്ചാറാണ്. ഇത് നമ്മൾ അന്നിട്ട അമ്പഴങ്ങയുടെ അച്ചാറാണ് കേട്ടോ. അമ്പഴങ്ങ അച്ചാറും വെച്ചു. നമുക്ക് മീൻ പൊരിച്ചത് വേറൊരു വാഴയില വാട്ടിയിട്ട് അതിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. സത്യം പറയാലോ കൂട്ടുകാരെ, ഞാനിതിൽ നമ്മുടെ കൊഴുവ പീര വറ്റിച്ചതുണ്ടായിരുന്നു, അതിതിൽ വയ്ക്കാൻ മറന്നുപോയി. നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതാ ചോറ് പൊതിയിട്ട് വെക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉച്ചക്കത്തേക്ക് എടുക്കാനായിരുന്നു പരിപാടി. പക്ഷേ പ്ലാൻ ചീറ്റിപ്പോയി. പണിത്തിരക്കെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പൊതി കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞു. അങ്ങനെ ഇതാ പൊതിയൊക്കെ കെട്ടി ഇവിടെ വെച്ചു കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് വൈകുന്നേരം എടുക്കാം. അങ്ങനെ ഇതാ അത്താഴത്തിന് സമയമായപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ തുറന്നു. എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ഇതാ നമ്മൾ പൊതിച്ചോറൊക്കെ തുറന്നു. ഇത് ജയരി ആയതുകൊണ്ട് ചോറ് കുഴഞ്ഞല്ല കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് കറികളൊന്നും കുഴഞ്ഞു പിടിച്ചിട്ടില്ല. ഇതാ നമ്മുടെ മെഴുക്ക് വരട്ടിയും മീൻ പൊരിച്ചതും എല്ലാം, അച്ചാറ്, പയർ തോരൻ, നമുക്കിതെല്ലാം കൂട്ടിയിട്ട് നമുക്കിനി പൊതിച്ചോറ് കഴിക്കാം. സത്യം പറയാലോ കൂട്ടുകാരെ, നമ്മുടെ കൊഴുവ പീര ചോറിൽ വെക്കാൻ മറന്നുപോയി. സാരമില്ല, പോട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബായ്.